വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാനുമായുള്ള മൂന്നാം ഘട്ട തെളിവെടുപ്പ് വൈകാതെ നടക്കും. വെഞ്ഞാറമൂട് പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ കോടതിയുടെ പരിഗണനയിലാണ്. നാളെ പ്രതിയെ കസ്റ്റഡിയിൽ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. കാമുകിയെയും അനുജനെയും കൊലപ്പെടുത്തുകയും അമ്മയെ ഗുരുതരമായി ആക്രമിക്കുകയും ചെയ്ത അഫാന്റെ വീട്ടിലാണ് പ്രധാന തെളിവെടുപ്പ്. വി വിനോദ് വിവരങ്ങളുമായി ചേരുന്നു. വിനോദ്, ഈ അഫാനുമായി ഇതുവരെ എവിടെയൊക്കെയാണ് തെളിവെടുപ്പ് നടത്തിയത്? ഇനി പ്രധാനമായും അന്വേഷണ സംഘം അഫാനെ എവിടെയൊക്കെ ആയിരിക്കും എത്തിക്കുക? അശ്വതി, മൂന്നാം ഘട്ടവും അവസാനത്തേതുമായ തെളിവെടുപ്പാണ് ഇനി കേസിൽ നടക്കാനുള്ളത്. നേരത്തെ രണ്ട് കേസുകളിലായി തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരുന്നു. വിവിധ സ്റ്റേഷനുകളിലായാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വെഞ്ഞാറമൂട് പോലീസാണ് ഇനി കസ്റ്റഡിയിൽ വാങ്ങുന്നത്. പ്രധാനമായും അഫാന്റെ വീട്ടിലെ തെളിവെടുപ്പ്, കാമുകിയെയും അനുജനെയും കൊന്ന കേസിലാണ് ഇനി തെളിവെടുപ്പ് പൂർത്തിയാക്കാനുള്ളത്. അതോടൊപ്പം തന്നെ അമ്മയെ ആക്രമിച്ച സംഭവമുണ്ട്, അതും ഇതേ വീട്ടിലാണ്, ഈ പേരുമലയിലെ വീട്ടിലാണ് പ്രധാനമായും തെളിവെടുപ്പ് ഇനി പൂർത്തിയാകാനുള്ളത്. ഇതുകൂടി കഴിഞ്ഞാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് മൂന്നിടങ്ങളിലെയും തെളിവെടുപ്പ് പൂർത്തിയാകും. പിതാവിന്റെ ജ്യേഷ്ഠനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയ വീട്, അതോടൊപ്പം തന്നെ പിതാവിന്റെ ഉമ്മയെ കൊലപ്പെടുത്തിയ വീട്, ഇവിടങ്ങളിലൊക്കെ തന്നെ പാങ്ങോട് വെഞ്ഞാറമൂട് പോലീസുകൾ നേരത്തെ തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരുന്നു. ഈ ഒരു തെളിവെടുപ്പ് കൂടി പൂർത്തിയായാൽ ഈ കുറ്റപത്രം സമർപ്പിക്കുന്ന നടപടിയിലേക്ക് പോലീസിന് കടക്കാൻ കഴിയും. 90 ദിവസത്തിനുള്ളിൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുക എന്നതാണ്. സ്വാഭാവിക ജാമ്യം പ്രതിക്ക് ലഭിക്കാതിരിക്കണമെങ്കിൽ ഈ തരത്തിൽ കുറ്റപത്രം നൽകേണ്ടതുണ്ട്. അത് പോലീസിനെ സംബന്ധിച്ച് ഇതിൽ കാര്യമായ മറ്റ് വെല്ലുവിളികളില്ല. കാരണം കൂടുതൽ പ്രതികളില്ല. ഈ ആയുധം വാങ്ങിയ കടയിലും അതോടൊപ്പം തന്നെ എലിവിഷം വാങ്ങിയ സ്ഥലം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലും ഈ കൊലപാതകങ്ങൾക്കിടെ പ്രതി സഞ്ചരിച്ചെത്തി മദ്യപിച്ച ബാറിലടക്കം തെളിവെടുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട്. മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയി തെളിവെടുപ്പ് നടത്തേണ്ടില്ല. അതായത് സംസ്ഥാനത്തിന് പുറത്തേക്കോ മറ്റ് ജില്ലകളിലേക്കോ പോകേണ്ട ഒരു സാഹചര്യമില്ല. പോലീസിനെ സംബന്ധിച്ച് അന്വേഷണത്തിൽ വലിയ വെല്ലുവിളികളില്ലാത്തൊരു കേസ് തന്നെയാണ്. കാരണം ഇതിൽ കൃത്യമാണ് 5 പേരെയാണ് കൊലപ്പെടുത്തിയത്. 6 പേർക്ക് നേരെയുള്ള ആക്രമണം, അതിൽ 5 പേരും കൊല്ലപ്പെട്ടു. പ്രതി തന്നെയാണ് പോലീസ് സ്റ്റേഷനിലെത്തി ഈ കാര്യം വെളിപ്പെടുത്തുന്നത്. താൻ ഇങ്ങനെ ആളുകളെ കൊലപ്പെടുത്തിയെന്ന കാര്യം സ്റ്റേഷനിൽ നേരിട്ടെത്തി പ്രതി തന്നെയാണ് പറയുന്നത്. മാത്രമല്ല, ഇനി അമ്മ ഷെമിയുടെ മൊഴി അത് കൂടുതൽ വിശദമായി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പോഴും അവർ ഈ ആശുപത്രി വിട്ടെങ്കിലും ഒരു സംരക്ഷിത കേന്ദ്രത്തിലാണ്. അവരുടെ മൊഴി കൂടി കൂടുതലായി എടുക്കേണ്ടതുണ്ട്. അത് ഈ തുടർ നടപടികളുടെ ഭാഗമായിട്ടായിരിക്കും പോലീസ് രേഖപ്പെടുത്തുന്നത്. ഈ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച് പിതാവ് നൽകുന്ന മൊഴി അദ്ദേഹത്തിന് ഇതൊന്നും അറിയില്ലായിരുന്നു എന്ന് തന്നെയാണ്. അത് ശരിയുമാണ്. കാരണം അദ്ദേഹം വിദേശത്തായിരുന്നു. അദ്ദേഹം ഇവിടെ നടന്ന ഈ ചിട്ടിയോ അല്ലെങ്കിൽ മറ്റ് ബാങ്ക് വായ്പയോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് കാര്യമായി അറിഞ്ഞിരുന്നില്ല എന്നത് വസ്തുതാപരമായ കാര്യമാണ്. മറ്റ് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാതിരുന്ന അഫാൻ എങ്ങനെ ഈ ആഡംബര ജീവിതം നയിച്ചു എന്നതിനുള്ള മറുപടി തന്നെയാണ് ഇങ്ങനെ വലിയ തോതിൽ വന്നു കയറിയ കടം. 70 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കടമുണ്ട് എന്ന കാര്യം അത് ഇപ്പോൾ ഷെമിയും സമ്മതിക്കുന്നുണ്ട്. വീട്ടുകാരുടെ എല്ലാം തന്നെ ഈ മരണം, കൊല്ലപ്പെട്ടവരുടെ വിവരമൊക്കെ ഈ മാതാവിനെ അറിയിച്ച സാഹചര്യം കൂടിയുണ്ട്. അവർക്ക് കൌൺസലിംഗ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യ വിദഗ്ധർ അവരുമായി സംസാരിക്കുകയും അവർക്ക് ആവശ്യമായ കൌൺസിലിംഗ് നൽകുകയും ചെയ്യുന്നുണ്ട്. ഈ കേസിൽ ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് മൂന്നാം ഘട്ട തെളിവെടുപ്പാണ്. അത് നാളെ നടക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. അതാണ് വിനോദ്, തെളിവെടുപ്പ് വളരെ നിർണായകമാണ്. അതുപോലെ തന്നെ വിനോദ് പറഞ്ഞ ഷെമിയുടെ, അഫാന്റെ അമ്മ ഷെമിയുടെ ഇനിയുള്ള മൊഴി അത് വളരെ നിർണായകമല്ലേ? കാരണം ആ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ അഫാൻ അപ്പോൾ എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ എന്ത് മാനസികാവസ്ഥയിലായിരുന്നു അഫാൻ നേരത്തെ എന്നൊക്കെ കൂടുതൽ പറയാൻ കഴിയുന്നത് അമ്മയ്ക്കല്ലേ? അത്തരത്തിൽ ചോദ്യം ചെയ്യലിന് അല്ലെങ്കിൽ മൊഴി കൊടുക്കലിനൊക്കെ പൂർണ്ണമായും ആ രീതിയിലേക്ക് ആരോഗ്യവതി ആയോ ഷെമി? അല്ലെങ്കിൽ എപ്പോഴാണ് അന്വേഷണ സംഘം അത് പ്രതീക്ഷിക്കുന്നത്? അശ്വതി, ഈ കേസിൽ ഒരുപക്ഷെ ആദ്യം ഈ മരണങ്ങളെക്കുറിച്ച് അറിയാതിരുന്ന സമയത്ത് ഷെമി പറഞ്ഞത് താൻ കിടക്കയിൽ നിന്ന് വീണ് പരിക്കേറ്റു എന്നാണ്. ഒരുപക്ഷെ സാധാരണ നിലയിൽ ഒരു മകനെ സംരക്ഷിക്കാൻ വേണ്ടി അമ്മയുടെ വാക്കുകൾ എന്ന നിലയ്ക്ക് തന്നെയാണ് അതിനെ കാണേണ്ടത്. പക്ഷേ ഇളയ മകൻ കൊല്ലപ്പെട്ടിരിക്കുന്നു, മൂത്ത മകന്റെ കാമുകി കൊല്ലപ്പെട്ടിരിക്കുന്നു, പിതാവിന്റെ ഉമ്മ കൊല്ലപ്പെട്ടിരിക്കുന്നു, ഭർത്താവിന്റെ ജ്യേഷ്ഠനും അദ്ദേഹത്തിന്റെ സഹോദരിയും ഒക്കെയും ഈ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വിവരം ഷെമി അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അവർ നൽകുന്ന മൊഴി ഈ കേസിൽ നിർണായകമാണ്. മാത്രമല്ല, സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച ഏറ്റവും സുപ്രധാനമായ വിവരങ്ങൾ ലഭിക്കേണ്ടതും ഷെമിയിൽ നിന്ന് തന്നെയാണ്. കാരണം അമ്മയോടും വൈരാഗ്യമുണ്ടായിരുന്നു എന്നാണ്
അഫാൻ രണ്ടാമത്തെ തെളിവെടുപ്പ് സമയത്തും അതിനു മുമ്പുമായി മൊഴി നൽകിയിട്ടുള്ളത്. ഈ രണ്ടാമത്തെ തെളിവെടുപ്പ് സമയത്ത് കൃത്യമായി പറയുന്നുണ്ട്, പിതാവിന്റെ ജ്യേഷ്ഠൻ അദ്ദേഹം ശാസിക്കുകയും നേരത്തെ നൽകിയ പണം തിരികെ ചോദിക്കുകയും കൂടുതൽ പണം നൽകാതിരിക്കുകയും ചെയ്യുന്നതിനുള്ള വൈരാഗ്യം, അദ്ദേഹത്തിന്റെ ഭാര്യയെ കൊലപ്പെടുത്തുന്നു, പിതാവിന്റെ ഉമ്മയെ കൊലപ്പെടുത്തുന്നു. അവർ സ്വർണം ചോദിച്ചിട്ട് നൽകിയില്ല, നേരത്തെ നൽകിയിട്ടുണ്ട്, പക്ഷേ വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ നൽകാത്തതിൽ ഈ 23-കാരൻ പ്രകോപിതനാവുകയും അവരെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. മാതാവിനോടും ഇതേ കാര്യം തന്നെയാണ് ഉണ്ടായിരുന്നത്. കാമുകിയോടും ഇതേ പ്രശ്നമാണ്. കാമുകി മാല നൽകുകയും പിന്നീട് അത് തിരികെ ചോദിക്കുകയും ചെയ്തതോടുകൂടി സമ്മർദ്ദത്തിലാകുന്നു. ഈ മാല തിരിച്ചെടുത്ത് കൊടുത്തെങ്കിൽ കൂടി തന്നെ കൂടുതൽ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്ന ഒരു വൈരാഗ്യം കാമുകിക്ക് എതിരെയും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ കാമുകിയെ കൊലപ്പെടുത്താൻ തീരുമാനിക്കുന്നത്. അനുജനെയും ആ തരത്തിൽ തന്നെയാണ്. പക്ഷേ അവിടെ എന്തെങ്കിലും ഒരു സാമ്പത്തിക കാര്യം പറയുന്നില്ല. പക്ഷേ ഈ പ്രതി എല്ലാവരോടും മനസ്സിലൊരു വൈരാഗ്യം സൂക്ഷിച്ചിരുന്നു എന്ന കാര്യം തന്നെയാണ്. അനുജനെ കൊലപ്പെടുത്തിയതോടുകൂടി താൻ തളർന്നുപോയി എന്ന മൊഴിയാണ് പോലീസിന് നൽകിയിട്ടുള്ളത്. ഏതായിരുന്നാലും ഈ കേസുമായി ബന്ധപ്പെട്ട് 5 പേരെ കൊലപ്പെടുത്തിയ കേസിൽ ശക്തമായ നടപടി ഉണ്ടാകണം എന്ന് തന്നെയാണ് ഈ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ പറയുന്നത്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംരക്ഷണം പ്രതിക്കുണ്ടാകരുത് എന്ന കാര്യം കൂടി പറയുന്നു. പിതാവിന്റെ അടക്കം നിലപാടുകൾ ആ തരത്തിൽ തന്നെയാണ്. സ്വീകരിക്കാൻ തയ്യാറല്ല, അല്ലെങ്കിൽ നിയമപരമായ ഒരു സഹായം നൽകാൻ തയ്യാറല്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് അവരിപ്പോഴും നിലനിൽക്കുന്നത്. ഷെമിയുടെ മൊഴി ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ടതുമാണ്. ശരി, വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു